ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. കുഞ്ഞിന്റെ മരണം കൊലപാതകമെന്ന പോലീസ്, അമ്മ അറസ്റ്റിൽ. ആശുപത്രിയിൽ മരിച്ച നിലയിലെത്തിച്ച 11 മാസം പ്രായമുള്ള ശിഖന്യ എന്ന പെൺകുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കുഞ്ഞിൻ്റെ അമ്മ കോട്ടയം കാഞ്ഞിരമണത്തിൽ ശില്പയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച പുലർച്ചെ മാവേലിക്കരയിലെ വാടക വീട്ടിൽ വെച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു. കുഞ്ഞിൻ്റെ ശരീരത്തിൽ മുറിവുകളില്ലെങ്കിലും ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് ആന്തരാവയവ പരിശോധനയിലും പോസ്റ്റ്മോർട്ടത്തിലും കണ്ടെത്തിയതാണ് വഴിത്തിരിവായത്. ജോലിക്ക് പോകുന്നതിന് കുഞ്ഞ് തടസ്സമാകുമെന്നതിലാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന് ശില്പ നൽകിയിരിക്കുന്ന മൊഴി. കൊലപാതകത്തിന് ശേഷം ആലപ്പുഴയിൽ നിന്ന് വാടകയ്ക്കെടുത്ത കാറിൽ മൃതദേഹവുമായി മുൻപ് ഒപ്പം താമസിച്ചിരുന്ന യുവാവിനെ തേടി ഷൊർണൂരിലെത്തുകയായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് അന്നുതന്നെ ശില്പ യുവാവിന് വാട്സപ്പ് സന്ദേശം അയച്ചത് തെളിവായി. യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിൽ ശനിയാഴ്ച രാവിലെ 9:30 എത്തിയ ശില്പ കുഞ്ഞിനെ നിലത്ത് വെച്ച് ബഹളമുണ്ടാക്കിയിരുന്നു. കുഞ്ഞു മരിച്ച് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഷൊർണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ കുഞ്ഞിനെ എത്തിച്ചത്. അവർ അറിയിച്ചതോടെ പോലീസ് എത്തി ശില്പയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ ക്ഷതങ്ങൾ കാണാതിരുന്നതും യുവതി ഇടയ്ക്കിടെ മൊഴി മാറ്റിയതും പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ച യുവതി പിന്നീട് മാറ്റി പറഞ്ഞു. ആന്തരാവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ട് ലഭിച്ചതോടെയാണ് മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് ഷൊർണൂർ പോലീസ് മാവേലിക്കര കോട്ടയ്ക്കകത്തുള്ള വാടക വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കൊട്ടാരക്കര സ്വദേശി വാടകയ്ക്കെടുത്ത വീട്ടിൽ 2 ആഴ്ചയായി ശില്പ താമസിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. വീട് വാടകയ്ക്കെടുത്ത ആളുടെ ഫോൺ ഓഫാണെന്നും വീട്ടിലെത്തുമ്പോൾ വാതിൽ തുറന്നുകിടക്കുകയായിരുന്നെന്നും പോലീസ് അറിയിച്ചു. ഷൊർണൂർ ഡിവൈഎസ്പി PC ഹരിദാസൻ, ഇൻസ്പെക്ടർ JR രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒറ്റപ്പാലം സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ ശില്പിയെ മാർച്ച് 5 വരെ റിമാൻഡ് ചെയ്തു. സംഭവം നടന്നത് മാവേലിക്കരയായതിനാൽ കൂടുതൽ അന്വേഷണത്തിനായി അങ്ങോട്ട് മാറ്റാൻ സാധ്യതയുണ്ടെന്ന് ലീഗൽ സർവീസ് അതോറിറ്റി അഡ്വക്കേറ്റ് പറഞ്ഞു. ഭർത്താവുമായിട്ട് ഒരു അജ്മൽ എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡായിരുന്നു. ആയിട്ട് പ്രണയത്തിലായിരുന്നു. അങ്ങനെ വിവാഹം കഴിച്ചു, കൊച്ചായി. പിന്നെ കഴിഞ്ഞ 4-5 മാസമായിട്ട് അവർ തമ്മിൽ ബന്ധമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇവർക്ക് ജോലിക്ക് പോകാനൊക്കെ ഈ കുട്ടിയൊരു തടസ്സമായി മാറിയപ്പോൾ അവർ വേറൊരു പോംവഴി കണ്ടത് ഈ കുട്ടിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയപ്പോൾ അത്രയാണ് കണ്ടിരിക്കാൻ തോന്നുന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്. മൊഴി അവരത് കൊടുത്തിട്ടില്ല. അതിനെ കുട്ടിയെ അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അത് അങ്ങനെയാണ് മുഴുവനും പറയില്ലല്ലോ. കൃത്യം ശ്വാസം മുട്ടിച്ചിട്ട് ഒന്നെന്നാണ് പറയുന്നത്. ഇനി ഇവർക്കെതിരെയുള്ള ഇപ്പോഴത്തെ നിലവിലെ നടപടികളും ചെയ്യാം. ഇപ്പോഴത്തെ റിമാൻഡ് ചെയ്തു. 5-3 വരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യും. പിന്നെ പോലീസ് കസ്റ്റഡി വാങ്ങിക്കുകയാണ് നേരത്തെ കസ്റ്റഡി കൊടുക്കും. കസ്റ്റഡി കൊടുത്ത് അവർ തെളിവെടുപ്പ് നടത്തും. തെളിവെടുപ്പ് നടത്തിയിട്ട് എല്ലാം കൂടി ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച് പിന്നെ കേസിൻ്റെതായ വഴിയിൽ കൊടുക്കും. കൃത്യം നടന്നത് മാവേലിക്കര സ്റ്റേഷനിൽ ഇവർ ഏറ്റെടുക്കും. ഈ FIR അങ്ങോട്ട് മാറും. FIR അങ്ങോട്ട് മാറുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അവിടെ നിന്നാണ് തെളിവെടുപ്പ് നടത്തുന്നത്. സംഭവ സ്ഥലം അവിടെയുണ്ട്. അവരാവശ്യപ്പെടല്ല. ഇവർ തെളിവെടുപ്പ് നടത്തിയപ്പോഴേ ഇവർ പറഞ്ഞതനുസരിച്ചിട്ടും മാവേലിക്കര വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത്. മാവേലിക്കരയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഷാൾ കുരുങ്ങി കഴുത്തുമുറുകി യുവതി മരിച്ചു. ഗ്രൈൻഡറിൽ തേങ്ങ ചിരിക്കുന്നതിനിടെ ചുരിദാറിൻ്റെ ഷാൾ കുരുങ്ങി കഴുത്തുമുറുകി യുവതി മരിച്ചു. മീറ്റിന സ്വദേശിയായ രജിതയാണ് സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഭർത്താവ് വിജയരാഘവൻ്റെ മീറ്റിനയിലെ ഹോട്ടൽ വെച്ചായിരുന്നു അപകടം. രജിതയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രൈൻഡറിൽ ചുറ്റി കുരുങ്ങുകയായിരുന്നു. സംഭവ സമയത്ത് വിജയരാഘവൻ പുറത്തുപോയി പാത്രം കഴുകുകയായിരുന്നു. തിരികെ അകത്തു കയറിയപ്പോഴാണ് രജിത കഴുത്തിൽ ഷാൾ മുറുകിയ നിലയിൽ കണ്ടെത്തിയത്. കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രജിത പിന്നീട് മരണപ്പെടുകയായിരുന്നു. ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അഞ്ജു, മഞ്ജു എന്നിവർ രജിതയുടെ മക്കളാണ്. ടാപ്പിംഗ് തൊഴിലാളി കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീക്ക് ജീവപര്യന്തം കഠിന തടവ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളി തോട്ടത്തിൽ കുത്തേറ്റ് മരിച്ച കേസിൽ ഒപ്പം താമസിച്ചിരുന്ന സ്ത്രീക്ക് ജീവപര്യന്തം കഠിന തടവും 10,000 രൂപ പിഴയും വിധിച്ചു. ആലപ്പുഴ വെണ്ണക്കര കൃഷ്ണവിലാസത്തിൽ ഇന്ദിരാമയെയാണ് ഒറ്റപ്പാലം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി CG ഘോഷ ശിക്ഷിച്ചത്. പത്തനംതിട്ട വെച്ചൂച്ചിറ വാഴമുക്ക് കുമ്പളാനിക്കൽ ഡൊമിനിക് അഥവാ കുഞ്ഞിമോൻ ആണ് പട്ടാമ്പിക്കൊപ്പത്ത് കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷ.
2018 നവംബർ 13 സംഭവം. ഇന്ദിരാമയും ഡൊമിനിക്കും ദമ്പതികൾ എന്ന നിലയിലാണ് റബ്ബർ തോട്ടത്തിൽ ജോലിക്ക് പ്രവേശിച്ചത്. ഇവിടെ ഇന്ദിരാമയെ മോളി എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത്. 5 വർഷത്തോളം പലയിടത്തായി ഇരുവരും ഒരുമിച്ചായിരുന്നു താമസം. കൊപ്പത്തെത്തി 3 മാസം തികയും മുമ്പായിരുന്നു കൊലപാതകം. ഇന്ദിരാമയ്ക്കൊപ്പമായിരുന്നു താമസമെങ്കിലും ഡൊമിനിക് ഭാര്യയും കുടുംബവുമായി പുലർത്തിയിരുന്ന നല്ല ബന്ധമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കേസ്. ഡൊമിനിക് കുടുംബങ്ങളുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നതും പണം അയച്ചിരുന്നതും ഇന്ദിരാമയിൽ വൈരാഗ്യം സൃഷ്ടിച്ചെന്ന് പോലീസ് പറയുന്നു. ജോലിക്കിടെ തോട്ടത്തിൽ വെച്ച് ഡൊമിനിക് മകളുമായി ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇന്ദിരാമ ടാപ്പിംഗ് ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് വയറ്റിൽ കുത്തിയെന്നാണ് കേസ്. ഡൊമിനിക് ബോധരഹിതനായി കത്തിക്ക് മുകളിൽ വീണ് പരിക്കേറ്റ് കിടക്കുകയാണെന്നാണ് ഇന്ദിരാമ തോട്ടമുടമയോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നത്. പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ കത്തിക്കുത്തേറ്റാണ് മരണമെന്ന് സ്ഥിരീകരിച്ചു. സ്വാഭാവികമായി കത്തി കയറിയാൽ സംഭവിക്കുന്ന മുറിവല്ല ഇതെന്നായിരുന്നു കണ്ടെത്തൽ. ഇതോടെ ഇന്ദിരാമയെ കൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ആദ്യഘട്ടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പിന്നീട് വകുപ്പ് ഭേദഗതി ചെയ്ത് കൊലപാതകമാക്കി മാറ്റി. കേസിൽ 21 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. 31 രേഖകളും പരിഗണിച്ചു. പിഴത്തുകയായ 10,000 രൂപ അടച്ചില്ലെങ്കിൽ 1 വർഷം കൂടി അധികം കഠിന തടവ് അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ PM ജയ ഹാജരായി. ഇനിയൊരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുമെന്ന വനം വകുപ്പ്. പശുവിനെ പുലി പിടിച്ച അകമലവാരം അയ്യപ്പൻപൊറ്റയിൽ ഇന്ന് കൂട് സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് അറിയിച്ചു. വന്യജീവി പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമായത്. എ പ്രഭാകരൻ MLA, കളക്ടർ ഡോക്ടർ S ചിത്ര എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ ഇവയാണ്. അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ മയക്കുവെടി ഉൾപ്പെടെയുള്ളവ ചീഫ് വൈൽഡ് വാർഡന്റെ അനുമതിയോടെ ലഭ്യമാക്കണം. മയക്കുവെടി വയ്ക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും DFOമാർ ഉറപ്പുവരുത്തണം. ദ്രുതകർമ്മസേനയുടെ പ്രവർത്തനം 24 മണിക്കൂറും ലഭ്യമാക്കണം. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങളെത്തിയാൽ ഉടൻ നടപടി സ്വീകരിക്കണം. റബ്ബർ ബുള്ളറ്റിനുകളും പോലീസിന്റെ സേവനവും ജില്ലാ പോലീസ് മേധാവി ഉറപ്പാക്കണം. വന്യജീവികൾക്ക് വനത്തിനുള്ളിൽ ജലം ലഭ്യമാക്കാൻ നടപടിയെടുക്കണം. വനാതിർത്തിയിൽ കോഴി അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ തള്ളുന്നുണ്ടോ എന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തണമെന്നും യോഗത്തിൽ തീരുമാനമായി. പൂരാവേശത്തിൽ പല്ലാർമംഗലം ദേശകമ്മിറ്റി. ഫെബ്രുവരി 24 നടക്കുന്ന ചെനക്കോത്തൂരത്തിന് ഒരുങ്ങി പല്ലാർമംഗലം ദേശകമ്മിറ്റി. കഴിഞ്ഞ വർഷങ്ങളിലെന്ന പോലെ ഈ വർഷവും പല്ലാർമംഗലം ദേശത്തിൻ്റെ വകയായി ഫെബ്രുവരി 20 ഗായകരായ ജോബി ജോൺ, ദുർഗാ വിശ്വനാഥ്, സന്നിധാനന്ദൻ എന്നിവർ നയിക്കുന്ന ഗാനമേളയോടെയാണ് തുടക്കം. പൂരനാളിൽ പഞ്ചവാദ്യം, ദേശപ്പുറപ്പാട്, കുതിര, തേര്, കാളകളി എന്നിവയും അരങ്ങേറും. പാണ്ടിമേളവും തുടർന്ന് വെടിക്കെട്ടും നടക്കും. 25 ദേശപൂരം പഞ്ചവാദ്യ അകമ്പടിയോടെ പുറപ്പെട്ട് കൂട്ട എഴുന്നള്ളിപ്പ് നടക്കും. ആറാടി കുടിവെപ്പോടെ പൂരം അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രധാന പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ദേശകമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ദേശകമ്മിറ്റിയുടെ പ്രസിഡന്റ് MK അജിത്, സെക്രട്ടറി PR അനൂപ്, ട്രഷറർ സുരേഷ് മേനോൻ എന്നിവർ ACVയോട് സംസാരിക്കുകയായിരുന്നു. വെള്ളുവനാടിൻ്റെ വിശ്വപ്രസിദ്ധമായ ചെറുക്കത്തൂർ പൂരത്തിലെ
ഞങ്ങളും പല്ലാർമംഗൽ ദേശമായ ഞങ്ങളും ഒരുങ്ങി. ഇന്ന് ഞങ്ങളുടെ ഗാനമേള നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കൂത്തു ദിവസം തെയ്യം കലാകാരന്മാരെ അവതരിപ്പിച്ച വിശ്വപ്രസിദ്ധമായ കണ്ണൂർ കലാകാരന്മാരെ അവതരിപ്പിച്ച തെയ്യം ഉണ്ടായിരുന്നു. പൂരത്തിൻ്റെ ദിവസം നമ്മളിവിടുന്ന് പഞ്ചവാദ്യത്തോടുകൂടി 3 മണി ആരംഭിക്കുന്ന പഞ്ചവാദ്യം 3 മണിയോടുകൂടി ഞങ്ങൾ കാവിലേക്ക് വരുന്നതാണ്. NSS കോളേജ് പരിസരത്ത് അതിഗംഭീരമായ ദേശപ്പന്തൽ ഒരുക്കിയിട്ടുണ്ട്. അതിന് പുറമെ നമ്മളിവിടെ ദക്ഷിണാമൂർത്തി അമ്പലത്തിൽ നടത്തുന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം 43 പേര് പങ്കെടുക്കുന്നതാണ്. അത് കുനിശ്ശേരി അനിയന്മാരാണ് തിമല നേതൃത്വം വഹിക്കുന്നത്. മദ്ദളം തിരുവില്ലാമല രാജൻ, ഇടയ്ക്ക തിരുവില്ലാമല ജയൻ, താളം ചേലക്കര സൂര്യൻ എന്നിവർ നേതൃത്വം കൊടുക്കുന്ന അതിഗംഭീരമായ പഞ്ചവാദ്യം. ഒരു 2 മണിക്കൂർ നമ്മൾ ഇവിടെ ഈ പരിസരത്തുള്ളവർക്ക് ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള പഞ്ചവാദ്യമായിരിക്കും. പല്ലാർമംഗലം ദേശത്തിനു വേണ്ടി ഗജവീരന്മാരായി സ്വർണ്ണമുഖ സൂര്യൻ, കുട്ടൻകുളങ്ങര അർജുനൻ, മനശ്ശേരി രാജേന്ദ്രൻ, പെരുമ്പാവൂർ അരുൺ, അയ്യപ്പൻ എന്നിവർ അണിനിരക്കും. 125-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും കുനിശ്ശേരി അനിയന്മാരാരുടെ സംഘമടക്കമുള്ളവരുടെ പഞ്ചവാദ്യവും പല്ലാർമംഗലം ദേശത്തിൻ്റെ പൂരത്തിൻ്റെ പ്രത്യേകതയാണ്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജില്ലയിലെ വന്യജീവി ആക്രമണം പ്രതിരോധവുമായി ബന്ധപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറുടെ ചേംബറിൽ DFOമാരെ ഉൾപ്പെടുത്തി അടിയന്തര യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കടിച്ചുകൊന്ന മലമ്പുഴ അയ്യപ്പൻപറ്റയിൽ തിങ്കളാഴ്ച വൈകിട്ടോടെ കൂട് സ്ഥാപിക്കുന്നതിന് മന്ത്രി പാലക്കാട് DFOയ്ക്ക് നിർദ്ദേശം നൽകി. ഇതിനായി വാളയാർ റേഞ്ചിൽ നിന്ന് കൂട് എത്തിക്കാനുള്ള നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടെ ആരംഭിച്ചു. പുലിയിറങ്ങിയ അകത്തേത്തറ ധോണിയിൽ നേരത്തെ തന്നെ കൂട് സ്ഥാപിച്ചിട്ടുണ്ട്. പുലിയെ തിരിച്ചറിഞ്ഞാലുടൻ തുടർ നടപടികളിലേക്ക് നീങ്ങും. അടിയന്തര സാഹചര്യങ്ങളുണ്ടായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ അനുമതി വേഗത്തിൽ ലഭിക്കുന്നതിന് സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് മന്ത്രി അറിയിച്ചു. മയക്കുവെടി വെക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങളുണ്ടെന്ന് DFOമാർ ഉറപ്പാക്കണം. മയക്കുന്നതിനാവശ്യമായ മരുന്നും വെറ്റിനറി സർജന്റെ സേവനവും ഉറപ്പാക്കണം. റാപ്പിഡ് റെസ്ക്യൂ ടീമിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാക്കണം. ആവശ്യമെങ്കിൽ റബ്ബർ ബുള്ളറ്റുകൾ ലഭ്യമാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ജില്ലാ പോലീസ് മേധാവി ഉറപ്പു നൽകി. ഉപേക്ഷിക്കപ്പെട്ട റബ്ബർ തേയില എസ്റ്റേറ്റുകളിൽ അടിക്കാട് വെട്ടിത്തെളിക്കുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സേവനം ഉപയോഗിക്കുന്നതിന് ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര നിർദ്ദേശിച്ചു. വന്യജീവികൾക്ക് കാടിനുള്ളിൽ ജലലഭ്യത ഉറപ്പാക്കാൻ നടപടി വേണം. വനാതിർത്തിയിൽ മാംസാവശിഷ്ടങ്ങളും മാലിന്യവും തള്ളുന്നത് തടയാൻ പഞ്ചായത്തുമായി സഹകരിച്ച് സംയുക്ത പരിശോധന നടത്തണം. സാധ്യമായ ഇടങ്ങളിൽ ക്യാമറ സ്ഥാപിക്കണം. മലമ്പുഴ ഡാം റിസർവോയറിൽ പൊതുജനം ഇറങ്ങുന്നത് തടയാൻ വേലിയും ക്യാമറകളും സ്ഥാപിക്കണമെന്ന് A. പ്രഭാകരൻ MLA നിർദ്ദേശിച്ചു. സംസ്ഥാന തലത്തിൽ വന്യജീവികളുടെ എണ്ണം സംബന്ധിച്ച് സർവേ നടത്തുന്നതിന്റെ സാധ്യത അന്വേഷിക്കണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ആവശ്യപ്പെട്ടു. മനുഷ്യജീവിതം അപകടത്തിലാവാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് C. ബിജു, പാലക്കാട് DFO ജോസഫ് തോമസ്, മണ്ണാർക്കാട് DFO C. അബ്ദുൾ ലത്തീഫ്, നെന്മാറ DFO P. പ്രവീൺ, മലമ്പുഴ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G. മോഹൻ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കോട്ടായി ചെമ്പയിൽ ഏകാദശി സംഗീതോത്സവത്തിന് തുടക്കമായി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ തട്ടകമായ കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഏകാദശി സംഗീതോത്സവത്തിന് തുടക്കമായി. സംഗീതജ്ഞൻ ഗോപാലകൃഷ്ണൻ സംഗീതോത്സവം ചെന്നൈയുടെ അർദ്ധകായ പ്രതിമയ്ക്ക് മുമ്പിൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് KV ഗോപാലകൃഷ്ണനും വിജയ് യേശുദാസും കച്ചേരി നടത്തി. പഞ്ചകീർത്താലാപനം, മണ്ണൂർ രാജകുമാരനുടെ കച്ചേരി, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ, സുകുമാരി നരേന്ദ്രമേനോൻ, ലൈല രാജകുമാരനുണ്ണി, രാധ രാമചന്ദ്രൻ, ഗംഗാദേവി, മണി, ബാബുരാജ് തുടങ്ങിയവരുടെ കച്ചേരിയും വായ്പാട്ട്, ഹാർമോണിയം കച്ചേരി എന്നിവയും സംഗീതോത്സവത്തിൻ്റെ ഭാഗമായി നടക്കും. ചൊവ്വാഴ്ചയാണ് സംഗീതോത്സവം സമാപിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA Jewelry, Gold, Diamond, Silver, opposite KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്.
കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903779 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. രാഷ്ട്രീയ പാർട്ടി മത സാമുദായിക സംഘടനകളുടെ യോഗം കളക്ടറുടെ ചേംബറിൽ നടന്നു. ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി താഴെത്തട്ടിലുള്ള പാർട്ടി മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തി യോഗം ചേരുന്നത് സംബന്ധിച്ച തീരുമാനമെടുക്കും. ജില്ലയിലെ ക്രമസമാധാനം നിലനിർത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മത സാമുദായിക സംഘടനകളുടെയും യോഗത്തിലാണ് തീരുമാനം. സമൂഹമാധ്യമങ്ങളിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളും പോസ്റ്ററുകളും ഒഴിവാക്കാൻ മുതിർന്ന രാഷ്ട്രീയ പാർട്ടികൾ താഴെ തട്ടിലേക്ക് നിർദ്ദേശം നൽകുന്നതിലുൾപ്പെടെ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരുടെ പേര് ചേർക്കുന്നതിന് സഹകരിക്കണമെന്നും തെരഞ്ഞെടുപ്പ് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ പൂർത്തിയാക്കുന്നതിന് ശ്രദ്ധിക്കണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ്, RDO S. ശ്രീജിത്ത്, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷം നടന്നു. KPCC ഗാന്ധി ദർശൻ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം സത്യാഗ്രഹം ശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് M. ഷാജു മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി C. ചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം, PS. മുരളീധരൻ, രാജൻ മുണ്ടൂർ, പ്രൊഫസർ ലക്ഷ്മി പത്മനാഭൻ, T. രാജൻ, V. മോഹനൻ, MC. സജീവൻ, വസന്ത രാജൻ, M. മുരളീധരൻ, അഡ്വക്കേറ്റ് V. ഷൺമുഖാനന്ദൻ, V. ഉണ്ണികൃഷ്ണൻ, K. ഭാസ്കരൻ, A. ഗോപാലകൃഷ്ണൻ, CBS മേനോൻ എന്നിവർ സംസാരിച്ചു. ചോറോട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശം ഫെബ്രുവരി 21 മുതൽ ആരംഭിക്കും. ചോറോട്ടൂർ ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷം കൂടുമ്പോൾ നടത്താറുള്ള ദ്രവ്യകലശം ഫെബ്രുവരി 21 മുതൽ 26 വരെ നടക്കും. ഈ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും ഭക്തിപ്രഭാഷണവും നാമസങ്കീർത്തനവും പഞ്ചവാദ്യമേളവും നടക്കും. ദ്രവ്യകലശം നടക്കുന്ന ദിവസങ്ങളിൽ പ്രഭാത ഭക്ഷണം ഉണ്ടായിരിക്കും. ദ്രവ്യകലശ സമാപന ദിവസമായ ഫെബ്രുവരി 26 മുതൽ മാർച്ച് 2 വരെ ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. താലപ്പൊലി മഹോത്സവത്തിൻ്റെ നാളുകളിൽ വിവിധ കലാപരിപാടികളും നടക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.